ഐക്യജനാധിപത്യ മുന്നണിയെ സംസ്ഥാനത്തെ ജനാധിപത്യ സമൂഹം ഇരുകൈകളും നീട്ടി സ്വീകരിച്ചത് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണെന്ന് എം.പി. ഡീൻ കുര്യാക്കോസ്. മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിപ്പിച്ച ജനങ്ങളെ കണ്ട് നന്ദി അർപ്പിക്കാൻ കട്ടപ്പനയിലെത്തിയതായിരുന്നു എം.പി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യു.ഡി.എഫ് നേതാക്കൾ ഡീൻ കുര്യാക്കോസിന് ഉജ്ജ്വല സ്വീകരണമൊരുക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട since 1950. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം നൽകിയ ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുവാനായിട്ടാണ് ഇടുക്കി എം.പി. ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിലും സമീപ പ്രദേശങ്ങളിലും എത്തിയത്. നാട് തന്നിലർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തും. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെ ജനാധിപത്യ സമൂഹം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണിത്. കേരളത്തിന്റെ ഭരണമാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഡീൻ കുര്യാക്കോസ് എം.പി. കട്ടപ്പനയിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു. രേഖപ്പെടുത്തിയ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണയ്ക്ക് തീർത്താൽ തീരാത്ത കടപ്പാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ നാട് എന്നിൽ അർപ്പിച്ച വിശ്വാസം അതേപടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളായി ഭാവിയിൽ നമ്മൾ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ വാർത്ത നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യ മുന്നണിയെ സംസ്ഥാനത്തുടനീളം ജനാധിപത്യ സമൂഹം ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുകയായി. വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് അത് നമുക്ക് നൽകുന്നത്. കേരളത്തിൽ ഒരു വലിയ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഐക്യമുന്നണിക്കൊപ്പം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. ദേശീയ അടിസ്ഥാനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകർന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാൻ, ഭരണഘടനാ മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ സഖ്യത്തെ അകമഴിഞ്ഞ് പിന്തുണച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയി. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാംഗീകാരം ആ ഒരു തലത്തിൽ യാഥാർത്ഥ്യമാവുകയായി. തീർച്ചയായും ഈ നാടിന്റെ എല്ലാ തരത്തിലുള്ള വികസന പുരോഗതി അത് ഉറപ്പുവരുത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയതായ വലിയ പിന്തുണയ്ക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതേ തലത്തിൽ തന്നെ തുടർന്നും ബഹുമാനായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമി, പ്രിയപ്പെട്ട പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സിബി പാറമ്മായി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐ.പി. മോൾ രാജൻ, ശ്രീപ്പെട്ട ശ്രീ പൊന്നപ്പൻ പഞ്ചറ, പ്രിയപ്പെട്ട ജില്ലാ കർഷക കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ജോസ് സാനക്കരി, പ്രിയപ്പെട്ട മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സലീം KS, പ്രിയപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബേബി, പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീമതി മായ ബിജു, CDS ചെയർപേഴ്സൺ രക്തമ്മ സുരേന്ദ്രൻ, യൂത്ത് കോൺഗ്രസിന് വേണ്ടി ശ്രീ ജോസ് ആന്റണി, INUCക്ക് വേണ്ടി പ്രിയപ്പെട്ട യു.ഡി.എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് പുത്തനാട്ട്, നഗരസഭാ അധ്യക്ഷ ബീന ടോമി, യു.ഡി.എഫ് നേതാക്കളായ സിജു ചക്കുമൂട്ടിൽ, ജോയ് കുടക്കച്ചിറ, സിബി പാറപ്പായി, ജോയ് ആനിത്തോട്ടം, പ്രശാന്ത് രാജു തുടങ്ങിയവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കണ്ണിൽ നിന്നും പൊന്മാമ്പൂവേ, നിന്നിൽ തിളങ്ങും സൂര്യസ്വർണ്ണമേ. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ